ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ 2 മലയാളി കന്യാസ്ത്രീകളുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങൾ കേരളത്തിലെ രാഷ്ട്രീയ മതമേഖലകളിൽ പുതിയ ചർച്ചകൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ്. പ്രത്യേകിച്ചും ബി.ജെ.പിയിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപിയുടെ മൗനം സീറോ മലബാർ സഭയ്ക്കുള്ളിൽ വലിയ പ്രതിഷേധങ്ങൾക്കും ചോദ്യങ്ങൾക്കും കാരണമാകുന്നു. തിരഞ്ഞെടുപ്പിൽ ഭേദപ്പെട്ട നിലയിൽ ക്രിസ്ത്യൻ വോട്ടുകൾ ലഭിച്ച ഒരു നേതാവിൽ നിന്ന് ഇത്തരമൊരു വിഷയത്തിൽ കാര്യക്ഷമമായ ഇടപെടൽ പ്രതീക്ഷിച്ചിരുന്ന സഭയ്ക്ക് കടുത്ത നിരാശയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഛത്തീസ്ഗഡിൽ നടന്ന സംഭവങ്ങളിൽ സുരേഷ് ഗോപി ഒരു പരസ്യ പ്രസ്താവന നടത്താതിരുന്നത് സഭാ നേതൃത്വത്തിലും വിശ്വാസികൾക്കിടയിലും കടുത്ത അതൃപ്തിക്ക് കാരണമായിട്ടുണ്ട്. മലയാളി കന്യാസ്ത്രീകൾ ജാമ്യം ലഭിച്ച ശേഷവും വിവാദങ്ങൾ തുടർന്നപ്പോഴും അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായില്ല. ബി.ജെ.പി സ്ഥാനാർത്ഥിയെ മത്സരിച്ചപ്പോൾ ക്രിസ്ത്യൻ വോട്ടുകൾ സുരേഷ് ഗോപിക്ക് വലിയ പിന്തുണ നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ സമുദായം ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മൗനം വലിയ രാഷ്ട്രീയ പ്രാധാന്യത്തോടെയാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ വിഷയം ചർച്ച ചെയ്യാൻ ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ CBI അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്തിനെ സന്ദർശിച്ചിരുന്നു. ഈ കൂടിക്കാഴ്ചയെക്കുറിച്ച് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ കാര്യങ്ങൾ MBയെയും കേന്ദ്രമന്ത്രിയെയും അറിയിച്ചിട്ടുണ്ടെന്ന് മാർ ആൻഡ്രൂസ് താഴത്ത് പ്രതികരിച്ചു. എന്നാൽ സുരേഷ് ഗോപി വിളിച്ചിരുന്നോ എന്ന ചോദ്യത്തിന് അദ്ദേഹം വ്യക്തമായി മറുപടി നൽകാത്തത് സംശയങ്ങൾക്കിടയാക്കി. സഭയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും സുരേഷ് ഗോപിയുടെ നിലപാടിനെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അതേസമയം സുരേഷ് ഗോപിയുമായി അടുത്ത വൃത്തങ്ങൾ അദ്ദേഹത്തിന്റെ പ്രതിരോധത്തിൽ രംഗത്തെത്തിയിട്ടുണ്ട്. ഈ വിഷയം അറിഞ്ഞ ഉടൻ തന്നെ പ്രധാനമന്ത്രിയുടെയും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നുവെന്നും ഈ നീക്കങ്ങളെക്കുറിച്ച് സഭയ്ക്ക് അറിയാമെന്നും അവർ പറയുന്നു. എന്നാൽ ഈ ഇടപെടലുകൾ പരസ്യമാക്കാത്തത് എന്തുകൊണ്ടാണെന്ന ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നു. ബി.ജെ.പിക്കുള്ളിലെയും സംഘപരിവാറിനുള്ളിലെയും ഭിന്നത, കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ ബി.ജെ.പിയിലും സംഘപരിവാർ സംഘടനകളിലും ഭിന്ന അഭിപ്രായങ്ങളാണ് ഉയർന്നു വരുന്നത്. മതപരിവർത്തന ശ്രമങ്ങൾക്കെതിരെ ശക്തമായ നിലപാടെടുത്ത ബജ്രംഗ് ദളിന്റെ നിലപാടിനെ ബി.ജെ.പി സംസ്ഥാന നേതൃത്വം അപലപിച്ചിരുന്നു. ഇത് സംഘപരിവാർ സംഘടനകൾക്ക് സ്വീകാര്യമായിരുന്നില്ല. മതപരിവർത്തനം അനുവദിക്കില്ലെന്നും അതിനെതിരെ ശക്തമായി നിലകൊള്ളുമെന്നുമാണ് സംഘപരിവാറിന്റെ വാദം. ഇത് ബി.ജെ.പി സംസ്ഥാന നേതൃത്വവും സംഘപരിവാർ സംഘടനകളും തമ്മിലുള്ള ആഴത്തിലുള്ള അഭിപ്രായ വ്യത്യാസം വെളിപ്പെടുത്തുന്നു. ബി.ജെ.പി സംസ്ഥാന നേതൃത്വം ഈ പ്രശ്നം കൈകാര്യം ചെയ്യുന്നതിൽ പരാജയപ്പെട്ടുവെന്ന് പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കളും വിലയിരുത്തുന്നു. സംഘപരിവാർ പ്രവർത്തകർ കന്യാസ്ത്രീകൾക്കും സഭകൾക്കുമെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ കടുത്ത വിമർശനങ്ങൾ നടത്തുന്നത് സ്ഥിതി കൂടുതൽ വഷളാക്കി. ഛത്തീസ്ഗഡ് ബി.ജെ.പിയുടെ ഔദ്യോഗിക പേജിൽ കന്യാസ്ത്രീകളെ അപകീർത്തിപ്പെടുത്തുന്ന പോസ്റ്റുകൾ വന്നത് സഭയ്ക്കുള്ളിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ഈ സംഭവങ്ങൾ ബി.ജെ.പിക്കുള്ളിൽ തന്നെ വിവിധ വിഭാഗങ്ങൾ തമ്മിലുള്ള ആശയക്കുഴപ്പവും ആശയപരമായ വിടവും തുറന്നുകാട്ടുന്നു. ഈ വിവാദങ്ങൾക്കിടെ സഭയ്ക്കുള്ളിൽ നിന്നും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉയരുന്നത് ശ്രദ്ധേയമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കേന്ദ്ര സർക്കാരിനെയും പ്രശംസിച്ച ഇരിങ്ങാലക്കുട രൂപാധ്യക്ഷൻ ബിഷപ്പ് മാർപോളി കണ്ണുക്കാടൻ നിലപാടുകൾക്കെതിരെ ബിഷപ്പ് ജോസഫ് പാപ്ലാനി രംഗത്തു വന്നതും വലിയ ചർച്ചയായി. ഇത് സഭയിലെ നേതാക്കൾക്കിടയിൽ പോലും രാഷ്ട്രീയ നിലപാടുകളെ ചൊല്ലി ഭിന്നതയുണ്ടെന്ന് വ്യക്തമാക്കുന്നു. സഭയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഏത് സമീപനമാണ് സ്വീകരിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമാണ്. കന്യാസ്ത്രീകളുടെ അറസ്റ്റും തുടർന്നുണ്ടായ സംഭവങ്ങളും ബി.ജെ.പിക്ക് കേരളത്തിലെ ക്രൈസ്തവ സമൂഹവുമായി അടുപ്പം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾക്ക് തിരിച്ചടിയായിട്ടുണ്ട്. തിരഞ്ഞെടുപ്പിൽ നേടിയ നേട്ടങ്ങൾ നിലനിർത്താൻ ഈ വിഷയത്തിൽ ബി.ജെ.പി എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് നിർണായകമാണ്. സുരേഷ് ഗോപിയുടെ മൗനവും ബി.ജെ.പിക്കുള്ളിലെ തന്നെ വ്യത്യസ്ത നിലപാടുകളും ഈ രാഷ്ട്രീയ സാഹചര്യത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നു. ഛത്തീസ്ഗഡിലെ സംഭവങ്ങൾ കേവലം ഒരു പ്രാദേശിക പ്രശ്നമായി ഒതുങ്ങാതെ കേരളത്തിലെ രാഷ്ട്രീയ മതബന്ധങ്ങളിൽ ആഴത്തിലുള്ള പ്രതിഫലനങ്ങൾക്ക് കാരണമായിക്കൊണ്ടിരിക്കുന്നു. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ സുരേഷ് ഗോപി അടക്കമുള്ള നേതാക്കൾ സ്വീകരിക്കുന്ന നിലപാടുകൾ ഭാവിയിൽ ബി.ജെ.പിയും ക്രൈസ്തവ സമൂഹവും തമ്മിലുള്ള ബന്ധത്തെ എങ്ങനെ ബാധിക്കുമെന്നത് കണ്ടറിയേണ്ടതുണ്ട്.